ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻപയർ മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ആദ്യമാണെങ്കിൽ ഇന്നലെയാണെങ്കിൽ വൻപയർ വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് ഉപ്പും ഇന്ന് രാവിലെ എടുത്തിട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് 2 വിസിൽ വരുന്ന രീതിയിൽ ഗ്യാസിലോ ഇൻഡക്ഷനിലോ വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ എടുത്തേക്കുന്ന മറ്റേ വറ്റമുളകാണ്. പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി നമ്മള് ചതച്ചെടുത്തു. പിന്നെ കരിവേപ്പില, പിന്നെ മുളക് പൊടി. ഇത് മുളക് പൊടി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കടുകില്ലാത്തൊരു സംഭവം ഉണ്ട് നമുക്ക്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ടെർമറിക് എന്നതാ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിനി കുക്കിംഗ് തുടങ്ങിയാലോ? നമ്മുടെ കുക്കിംഗ് തുടങ്ങുവാണ്. ഇൻഡക്ഷനൊക്കെ ഓൺ ചെയ്തു. ചട്ടി അങ്ങ് ചൂടായി. ഇനി എണ്ണയാണെങ്കിൽ ഒഴിച്ചു. ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് എരിവിന്റെ പാകത്തിനാണെങ്കിൽ നമ്മൾ മറ്റേ നമ്മുടെ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഉപ്പും പാകത്തിന് നമ്മൾ ആഡ് ചെയ്തു. ഉപ്പ് നമ്മൾ പയറിട്ട് കഴിഞ്ഞിട്ടല്ലേ, പയറിട്ട് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എരിവ് അത്ര വേണ്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഇത് കാണിച്ചില്ല. ഇനി ഇതൊക്കെ പച്ചമണം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ പയറങ്ങ് ഇടുക. പയറിട്ടിട്ട് അങ്ങ് ഇതിന്റെ വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് പരട്ടിയെടുക്കും അല്ലേ. ഇത് അടച്ചു വേവിക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് ഇതിന്റെ എല്ലാം ഒരു രുചിയില്ലേ, ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇതിലേക്ക് തന്നെ ചെല്ലുന്നത്. നമ്മളങ്ങനെ അടച്ചു വെച്ചത് ഒരു 5 മിനിറ്റ് ഈ കുക്ക് ചെയ്തായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പയറാണെങ്കിൽ നമ്മളെല്ലാം മൂടി വെച്ചത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം ചേർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇളക്കി എടുത്തിട്ട് വാങ്ങി വെക്കുക. കുക്കറി വേവിച്ചപ്പോ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു ദിവസം വേറൊരു ഡിഷുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Until then, bye bye. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ.